അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് ഓർഡർ ബ്ലോക്ക്. ട്രേഡിങ്ങിൽ എന്താണ് ഓർഡർ ബ്ലോക്ക്, എങ്ങനെ നമുക്ക് ഓർഡർ ബ്ലോക്ക് പ്രോപ്പറായിട്ട് ട്രേഡിങ്ങിൽ അപ്ലൈ ചെയ്യാം, ഓർഡർ ബ്ലോക്ക് ഐഡന്റിഫൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെ എന്നുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ ഇന്ന് ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ പഠിക്കുന്നത് എന്താണ് ഓർഡർ ബ്ലോക്ക്, വാട്ട് ഈസ് ഓർഡർ ബ്ലോക്ക്. ഓർഡർ ബ്ലോക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ട്രേഡിങ്ങിൽ ഒരു ഹ്യൂജ് ആയിട്ടുള്ള ഒരു മൊമെന്റം നടക്കുന്നതിന് മുന്നേ നമ്മൾ മാർക്ക് ചെയ്യുന്ന ഒരു ക്യാൻഡിൽ, അതായത് ഒരു ഹ്യൂജ് ആയിട്ടുള്ള മൊമെന്റം നടക്കുന്നതിന് മുന്നേ ഒരു ക്യാൻഡിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അവിടെ നിന്നായിരിക്കും മാർക്കറ്റിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ബൈ അല്ലെങ്കിൽ ഹ്യൂജ് മൊമെന്റം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ആ ക്യാൻഡിലിനെ നമ്മൾ മാർക്ക് ചെയ്യും. ആ ക്യാൻഡിലിനെ മാർക്ക് ചെയ്യണതിന് അർത്ഥം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ക്യാൻഡിൽ കാരണമാണ്, ആ ക്യാൻഡിലിന്റെ അവിടം തൊട്ടാണ് മാർക്കറ്റിൽ അത്രയും മൊമെന്റം ഉണ്ടായത്. അപ്പോൾ ആ ക്യാൻഡിലിനെ നമ്മൾ മാർക്ക് ചെയ്യണതിനെയാണ് ഓർഡർ ബ്ലോക്ക് എന്ന് പറയുന്നത്. ആ ക്യാൻഡിലിനെയാണ് ആക്ച്വലി ഓർഡർ ബ്ലോക്ക് എന്ന് പറയുന്നത്. പക്ഷെ എല്ലാ ക്യാൻഡിലും നമുക്ക് അതേപോലെ മാർക്ക് ചെയ്യാൻ പറ്റില്ല. അത് മാർക്ക് ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. രണ്ട് തരത്തിലാണ് മേജർ ആയിട്ട് ഓർഡർ ബ്ലോക്ക് വരുന്നത്: ബുള്ളിഷ് ഓർഡർ ബ്ലോക്കും ബെയറിഷ് ഓർഡർ ബ്ലോക്കും. ബുള്ളിഷ് ഓർഡർ ബ്ലോക്കും ബെയറിഷ് ഓർഡർ ബ്ലോക്കും ബുള്ളിഷ് ഓർഡർ ബ്ലോക്കും ബെയറിഷ് ഓർഡർ ബ്ലോക്കും ആണ് നമുക്ക് മേജർ ആയിട്ട് വരുന്നത്. ബുള്ളിഷ് ഓർഡർ ബ്ലോക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാർക്കറ്റ് ഇപ്പോൾ അപ് ട്രെൻഡിൽ മൂവ്മെന്റം നടത്തിക്കൊണ്ടിരിക്കുകയെന്ന് വിചാരിക്കുക. അപ്പോൾ ഒരു അപ് ട്രെൻഡ് അല്ലെങ്കിൽ അപ്പ് മൂവ്മെന്റം നടക്കുന്നതിന് മുന്നത്തെ ക്യാൻഡിലിനെയാണ് നമ്മൾ ബുള്ളിഷ് ഓർഡർ ബ്ലോക്ക് എന്ന് പറയുന്നത്. അതുതന്നെ ബെയറിഷ് എന്ന് പറയുമ്പോൾ നേരെ റിവേഴ്സ്, ഒരു ഷോർട്ട് പൊസിഷൻ അല്ലെങ്കിൽ ബെയറിഷ് ആയിട്ടാണ് മൊമെന്റം നടക്കുന്നതെങ്കിൽ ആ ഹ്യൂജ് ആയിട്ടുള്ള ബെയറിഷ് മൊമെന്റം നടക്കുന്നതിന് മുന്നേ ഉള്ള ക്യാൻഡിലിനെയാണ് നമ്മൾ, ആ ഒരു സോണിനെയാണ് നമ്മൾ ബെയറിഷ് ഓർഡർ ബ്ലോക്ക് എന്ന് പറയുന്നത്. ഇനി നമുക്ക് എങ്ങനെ പ്രോപ്പർ ആയിട്ട് ഒരു ഓർഡർ ബ്ലോക്ക് ഐഡന്റിഫൈ ചെയ്യാൻ നോക്കാം. അപ്പോൾ ഒരു ഓർഡർ ബ്ലോക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു, ഒരു ഇമ്പൾസീവ് മൂവ്മെന്റ് നടക്കുന്നതിന് മുന്നേ ഉള്ള ഒരു ക്യാൻഡിലിനെയാണ് ഈ ഓർഡർ ബ്ലോക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഓർഡർ ബ്ലോക്ക് നടക്കുമ്പോൾ നല്ലൊരു ഇമ്പൾസീവ് മൂവ്മെന്റ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം. അപ്പൊ ഇമ്പൾസീവ് മൂവ്മെന്റ് നടക്കുമ്പോൾ നമുക്ക് ഫെയർ വാല്യൂ ഗ്യാപ്സ് കാണാൻ പറ്റും. അപ്പോൾ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ അതൊരു വാലിഡ് ആയിട്ടുള്ള ഒരു ഓർഡർ ബ്ലോക്ക് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുള്ളൂ. അതോടൊപ്പം ഒരു മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് ഒക്കെ ആ ക്യാൻഡിലിൽ തന്നെ ഉണ്ടെങ്കിൽ നമുക്ക് അത്രത്തോളം ഉറപ്പിക്കാൻ പറ്റും നമ്മുടെ ഓർഡർ ബ്ലോക്ക് ക്യാൻഡിൽ അത്രയും വാലിഡ് ആണെന്ന്. അതായത് മൊമെന്റം നമുക്കറിയാം, ഹ്യൂജ് ആയിട്ടുള്ള ഓർഡേഴ്സ് മാർക്കറ്റിൽ വരുമ്പോൾ മാർക്കറ്റിന് എല്ലാ ഓർഡേഴ്സും ക്യാപ്ചർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഫെയർ വാല്യൂ ഗ്യാപ്സ് ഉണ്ടാവും. മാർക്കറ്റ് ചിലപ്പോൾ ഒരു പുൾ ബാക്ക് തരാതെ നല്ല ഹ്യൂജ് ആയിട്ടുള്ള ഒരു മൂവ്മെന്റം തരാം. അപ്പോൾ അങ്ങനത്തെ ഓർഡർ ബ്ലോക്കിലാണ് ഒന്നാമത്തെ കാര്യം സ്ട്രോങ് ഇമ്പൾസീവ് മൂവ്മെന്റ്, ഒരു FEG ക്രിയേറ്റ് ചെയ്തിട്ട് ഒരു ഇമ്പൾസീവ് മൂവ്മെന്റ് നമുക്ക് കാണാൻ പറ്റണം. രണ്ടാമത്തതാണ് എ ക്ലിയർ ബ്രേക്ക് മാർക്കറ്റ് സ്ട്രക്ചർ. അത് ഓപ്ഷണൽ ആണ്, എന്നാലും നമ്മൾ ഒരു മാർക്കറ്റ് സ്ട്രക്ചർ ബ്രേക്ക് ചെയ്താണ് പോകുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി അതൊരു നല്ലൊരു ഓർഡർ ബ്ലോക്ക് ആയിരിക്കും. അപ്പൊ ഞാൻ പറഞ്ഞു, മൂവ്മെന്റം നടക്കുമ്പോൾ ചെറിയൊരു റിട്രേസ്മെന്റോ പോലും നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല. അപ്പോൾ ആ മൂവ്മെന്റത്തിന്റെ ക്വാളിറ്റി നമുക്ക് മനസ്സിലാവുന്നത് ഒരു ചെറിയ റിട്രേസ്മെന്റിന് വരാതെ മാർക്കറ്റ് പമ്പ് ചെയ്യുന്നതിനെയാണ് നമുക്ക് ആ മൂവ്മെന്റം മനസ്സിലാക്കുന്നത്. ഇനി നമുക്ക് എങ്ങനെ ഒരു ട്രേഡ് പ്ലേസ് ചെയ്യാൻ നോക്കാം ഈ ഓർഡർ ബ്ലോക്ക് യൂസ് ചെയ്ത്. നമ്മൾ പറഞ്ഞു, ആ ഓർഡർ ബ്ലോക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, ഒരു ഹ്യൂജ് ആയിട്ടുള്ള മൊമെന്റം നടക്കുന്നതിന് മുന്നേ ഉണ്ടായ ക്യാൻഡിൽ, അതായത് ആ മൊമെന്റം തുടങ്ങിയത് അവിടെ നിന്നാണ്. അപ്പൊ മാർക്കറ്റ് തിരിച്ച് അവിടെ വരുമ്പോൾ ഡെഫിനറ്റ്ലി അവിടെ അത്രയും ഓർഡേഴ്സ് ഫുൾഫില്ല് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല. അവിടെ പെൻഡിങ് ഓർഡേഴ്സ് ഉണ്ടാവും. അപ്പൊ മാർക്കറ്റ് അവിടെ വന്ന് റിയാക്ട് ചെയ്ത് പിന്നെയും മൂവ്മെന്റം നടക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ആ ഓപ്പർച്യൂണിറ്റിയാണ് നമ്മൾ ശരിക്കും ഗ്രാബ് ചെയ്യുന്നത്. ആ ഓപ്പർച്യൂണിറ്റി നമുക്ക് ഗ്രാബ് ചെയ്യുന്നതിൽ വരെ നമുക്ക് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓർഡർ ബ്ലോക്ക് 100% വർക്കിംഗ് അല്ല. ഞാൻ നമ്മൾ പഠിക്കുന്ന ഒരു കോൺസെപ്റ്റ് 100% വർക്കിംഗ് അല്ല. പക്ഷെ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ഹൈ പ്രൊബബിലിറ്റിയിൽ നമുക്ക് ട്രേഡ്സ് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മൾ ഒരു ഏരിയ മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ മാർക്ക് ചെയ്ത ഏരിയയിലേക്ക് മാർക്കറ്റ് വരുമ്പോൾ അവിടെ നിന്ന് നമുക്ക് മൾട്ടിപ്പിൾ ഫാക്ടേഴ്സ്, അതായത് നമ്മൾ പഠിച്ച മൾട്ടിപ്പിൾ റിജക്ഷൻ ഫാക്ടേഴ്സ് യൂസ് ചെയ്യാം. അതായത് ഒരു എൻഗൾഫിംഗ് ക്യാൻഡിൽ, അതേപോലെ തന്നെ മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ്, അതൊക്കെ ആ ഏരിയയിൽ നിന്ന് കിട്ടുന്നതാണെങ്കിൽ നമുക്ക് നമ്മളെ തന്നെ കൺഫേം ചെയ്യാൻ പറ്റും. നമ്മൾ എൻട്രി കൺഫർമേഷനെ പറ്റി വേറൊരു ക്ലാസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ എക്സാക്ട്ലി പറഞ്ഞിട്ടുണ്ട്, ആ ലെവലിൽ നിന്നും എൻട്രി കൺഫർമേഷൻ കിട്ടുവാണെങ്കിൽ നമുക്ക് ഹൈ പ്രൊബബിലിറ്റി ട്രേഡ് നമുക്ക് ഈ ഓർഡർ ബ്ലോക്ക് യൂസ് ചെയ്ത് എടുക്കാൻ പറ്റും. നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യങ്ങൾ, അതായത് ഇതിന്റെ എല്ലാം എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോ നമ്മൾ തിയറിയാണ് പഠിച്ചു പോകുന്നത്. ഓക്കെ, കീ ടേക്ക് അവേ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എല്ലാ ഓർഡർ ബ്ലോക്കും വാലിഡ് ആയിട്ടുള്ള ഓർഡർ ബ്ലോക്ക് അല്ല. അത് ആദ്യം മനസ്സിലാക്കി വെച്ചേക്കുക. ഞാൻ പറഞ്ഞ നേരത്തെ നമ്മൾ ക്വാളിറ്റി ഓർഡർ ബ്ലോക്ക് കണ്ടുപിടിക്കാനുള്ള
ഇതുണ്ടെങ്കിൽ, അത് ക്രൈറ്റീരിയസ് മീറ്റ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് അതിനൊരു വാലിഡ് ഓർഡർ ബ്ലോക്ക് ആയിട്ട് കാണാൻ പറ്റുള്ളൂ. പിന്നെ ഈ നമ്മൾ ട്രെൻഡ് എപ്പോഴും ഐഡന്റിഫൈ ചെയ്യുക. അപ്പൊ ആ ട്രെൻഡിനോട് അലൈൻ ചെയ്തുള്ള ഓർഡർ ബ്ലോക്സ് മാത്രം, അതായത് ഇപ്പൊ മാർക്കറ്റ് ബുള്ളിഷ് ആണെങ്കിൽ ബുള്ളിഷ് ഓർഡർ ബ്ലോക്സ് മാത്രം ഐഡന്റിഫൈ ചെയ്യാൻ ശ്രമിക്കുക. ബെയറിഷ് ഓർഡർ ബ്ലോക്ക് ഉണ്ടാവാം, അതൊക്കെ നമ്മളെ ചിലപ്പോൾ ഫേക്ക് ചെയ്യാനുള്ള സാധ്യത കൂടുതലായിരിക്കും. അപ്പൊ ട്രെൻഡിനോട് അലൈൻ ചെയ്ത് എപ്പോഴും ഓർഡർ ബ്ലോക്സിൽ അറ്റംപ്റ്റ് ചെയ്യുക. എൻട്രിങ് വിത്തൗട്ട് എ കൺഫർമേഷൻ. ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ നമ്മൾ ഓർഡർ ബ്ലോക്കിൽ ബ്ലൈൻഡ് ആയിട്ട് ഒരിക്കലും ട്രേഡ് എടുക്കരുത്. മാർക്കറ്റ് ഓർഡർ ബ്ലോക്കിലേക്ക് എത്തുമ്പോൾ എങ്ങനെയാണ് മാർക്കറ്റ് റിയാക്ട് ചെയ്യുന്നത് നമ്മൾ വീക്ഷിക്കുക. എന്നിട്ട് അവിടെ നിന്ന് നമുക്കൊരു നമ്മുടെ ഡയറക്ഷനിലേക്ക് ഒരു കൺഫർമേഷൻ കിട്ടിയാൽ മാത്രം അത് എടുക്കുക. എപ്പോഴും റിസ്ക് മാനേജ് ചെയ്തെടുക്കുക. അതാണ് നമ്മുടെ ലാസ്റ്റ് പോയിന്റ്. റിസ്ക് എപ്പോഴും മാനേജ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് കുറച്ച് എക്സാമ്പിൾ നോക്കാം. ചാർട്ടിൽ ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ ഞാൻ എടുത്തിരിക്കുന്നത് XAUSDയുടെ ഒരു ചാർട്ടാണ്, അതായത് ഗോൾഡിന്റെ ചാർട്ടാണ് ഞാൻ ഇപ്പോൾ എടുത്തിരിക്കുന്നത്. ഞാനിപ്പോ ഇവിടെ ഒരു 4 hour ചാർട്ടാണ് എടുത്തിരിക്കുന്നത്. ഞാൻ ഇവിടെ ഒരു ഏരിയ മാർക്ക് ചെയ്ത് തരാം. ഇത് ഈ ഒരു ക്യാൻഡിൽ ഞാൻ മാർക്ക് ചെയ്യുകയാണ്. ഇവിടെ എന്താ നടന്നേക്കണെന്ന് നോക്കാം. ഈ ഒരു ക്യാൻഡിൽ എന്താ സംഭവിച്ചേക്കണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ ഒരു ഇമ്പൾസീവ് മൊമെന്റിന് നടക്കുന്നതിന് മുന്നേ ഉള്ള ക്യാൻഡിലാണത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഓർഡർ ബ്ലോക്ക്. നമ്മൾ ഓർഡർ ബ്ലോക്ക് ഐഡന്റിഫൈ ചെയ്തു. ഇതെങ്ങനെ വാലിഡ് ആവും അത് നമുക്ക് നോക്കാം. ഇതെങ്ങനെ വാലിഡ് ആയിട്ടുള്ള ഓർഡർ ബ്ലോക്ക്. നമ്മൾ പറഞ്ഞു ഇമ്പൾസീവ് മൊമെന്റ് ആയിരിക്കണം നടക്കേണ്ടത്. ഇമ്പൾസീവ് മൊമെന്റ് നടക്കുമ്പോൾ എല്ലാ ഓർഡറും ഫുൾഫിൽ ചെയ്യില്ല, ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ടാവും. ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ട്. നമ്മളിവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. പിന്നെന്താ നമുക്ക് വേണ്ടത്? മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ്. മാർക്കറ്റ് സ്ട്രക്ചറിനെ ബ്രേക്ക് ചെയ്യണം. ഇതായിരുന്നു പ്രീവിയസ് ആയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ലോവർ ലോ. അതിനെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഓർഡർ ബ്ലോക്ക് കംപ്ലീറ്റ്ലി വാലിഡ് ആണെന്ന് നമുക്ക് ഇവിടെ മനസ്സിലായി. എന്നിട്ട് ഇവിടെ നോക്കിയാൽ കാണാം മാർക്കറ്റിൽ എന്താ നടന്നേക്കുന്നത്. പ്രൈസ് ഈ ഒരു ഏരിയയിൽ നിന്നും താഴോട്ട് പോയി, എന്നിട്ട് ആ ഒരു ഏരിയയിലേക്ക് തിരിച്ചു വന്നു, എന്നിട്ട് അവിടെ നിന്ന് റിയാക്ഷൻ നടന്നു. ഇതാണ് മാർക്കറ്റിൽ സംഭവിച്ചിരിക്കുന്നത്. ഓക്കെ, മാർക്കറ്റിൽ അപ്പോൾ ഇങ്ങനെയാണ് ഒരു ഓർഡർ ബ്ലോക്ക് ഐഡന്റിഫൈ ചെയ്യുന്നത്. വേറൊരെണ്ണം എക്സാമ്പിൾ കാണിച്ചു തരാനാണെങ്കിൽ, ഇതൊരു ബെയറിഷ് ഓർഡർ ബ്ലോക്ക് ആണ്. കാരണം മാർക്കറ്റ് ഡൗൺ ട്രെൻഡ് ആണ്. അപ്പോൾ നമ്മൾ ഐഡന്റിഫൈ ചെയ്തത് ബെയറിഷ് ഓർഡർ ബ്ലോക്ക് ആണ്. നമ്മുടെ ട്രെൻഡിനെ അലൈൻ ചെയ്താണ് നമ്മൾ ഓർഡർ ബ്ലോക്ക് ഐഡന്റിഫൈ ചെയ്തത്. ഇതുപോലെ നമുക്ക് ഒരുപാട് ഓർഡർ ബ്ലോക്ക് നമുക്ക് മാർക്കറ്റിൽ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഞാൻ ഒരു ബുള്ളിഷ് ഓർഡർ ബ്ലോക്ക് നോക്കട്ടെ. ഇതൊരു ബുള്ളിഷ് ഓർഡർ ബ്ലോക്ക് ആണ്. നമ്മുടെ ക്രൈറ്റീരിയാസ് എല്ലാം മീറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുക. ഇതാണ് ഒരു ലാസ്റ്റ് ക്യാൻഡിൽ. ആ ക്യാൻഡിൽ കഴിഞ്ഞിട്ട് ഒരു ഇമ്പൾസീവ് മൂവ്മെന്റ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഫെയർ വാല്യൂ ഗ്യാപ്പും മാർക്കറ്റ് തന്നിട്ടുണ്ട്. ഫെയർ വാല്യൂ ഗ്യാപ്പ് എന്ന് പറഞ്ഞിട്ട് പ്രീവിയസ് ആയിട്ടുള്ള ഹൈയും ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഉറപ്പിക്കാം ഇതൊരു ബുള്ളിഷ് ആയിട്ടുള്ള ഓർഡർ ബ്ലോക്ക് ആണ്. അപ്പോൾ ഈ ഒരു ഏരിയയിലേക്ക് മാർക്കറ്റ് വന്നപ്പോൾ ഇവിടെ നിന്ന് മാർക്കറ്റ് റിയാക്റ്റും ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ഏരിയയിൽ നിന്നും ട്രേഡ് എടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്നും ഒരു ബൈ സൈഡ് ട്രേഡ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഏരിയയിൽ നിന്ന് ഇവിടെ നിന്ന് എടുത്തതിന് ശേഷം നമുക്കൊരു 1:4 3 ഒക്കെ എയിം ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ വെറുതെ ബ്ലൈൻഡ്ലി എൻട്രി ചെയ്യുകയല്ല, അവിടെ നിന്ന് ഒരു റിവേഴ്സൽ കൺഫർമേഷൻ കിട്ടിയിട്ട് മാത്രം എൻട്രി ചെയ്യുക. ഇവിടെ ഒരു ക്യാൻഡിൽ കൺഫർമേഷൻ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ ഡിപ്പെൻസ് ആണ്, ട്രേഡിംഗ് സ്റ്റൈൽ പോലെ ഇരിക്കും. എങ്ങനെയാണ് നിങ്ങളുടെ കൺഫർമേഷൻ നിങ്ങൾ ചൂസ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ നോക്കിയിട്ട് മാത്രം എൻട്രി ചെയ്യുക. അപ്പോൾ ഇതാണ് ഓർഡർ ബ്ലോക്ക്. എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.